ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമ് എസ് ഐയുടെ ഗസ്റ്റ് ഹൗസിൽ കയറിയിട്ട് എസ് ഐനെ അടിച്ചൊതുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വെറുതെ കാര്യമില്ലാണ്ട് എന്നെ തല്ലരുതെന്ന്, അത് പലിശ സഹിതം ഞാൻ തിരികെ തന്നിരിക്കും, ഇത് നന്നായിട്ട് ഓർത്താൽ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ കാല് പിടിച്ച് ഒടിക്കുകയാണ് കേട്ടോ. കഴുത്തൊക്കെ ഒടിച്ചിട്ടാണ് പോകുന്നത്. അതിന് ശേഷം പിന്നീട് അഭിലാഷ് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എസ് ഐയുടെ കോഡ് വരികയാണ്. ആ സാബു എസ് ഐ ആണല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും പണി തരാനാണോ? എന്തായാലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ അവനെ വെറുതെ വിടരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എസ് ഐയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അഭിലാഷിന് മനസ്സിലായിട്ടുണ്ടാവും എസ് ഐക്ക് പണി കിട്ടിയെന്ന്. സാറിന് നല്ല പണി കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവനെ ഞാൻ ശരിയാക്കും, പക്ഷേ അവനെ ഇരുട്ടടി അടിക്കണം, അവന് ഒരുത്തിൽ കെടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നേരിട്ടൊന്നും അവനെ അടിക്കാൻ പറ്റില്ല സാറേ, അവനെ അങ്ങനെ മുറിച്ച മുറി കൂടുന്ന എന്നാണ്, അതുകൊണ്ട് നേരിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എസ് ഐ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. സാറ് ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയാണ്. അപ്പോൾ ആൾ പറയാണ്, എങ്കിൽ അവനെ അല്ല അടിക്കേണ്ടത്, അവൻ്റെ കുടുംബക്കാരെ അടിക്കണം, അവരെ കുടുംബക്കാർ വേദനിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സ് നീറണം എന്നൊക്കെ പറയുകയാണേ. അതൊക്കെ എളുപ്പമാണ്, പക്ഷേ സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാനുണ്ടാവും, എൻ്റെ യൂണിഫോം പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറയാം കേട്ടോ. യൂണിഫോം പോയിട്ട് കാര്യമില്ല സാറേ, യൂണിഫോം പോയ പോലീസുകാരും കുറയ്ക്കാത്ത പട്ടിയൊരു പോലെയാണ് എടാ എന്ന് പറയും കേട്ടോ. ഈ സാറെ കളിയാക്കിയതൊന്നുമല്ല, സാറ് ഇതൊപ്പി വെച്ച് ഞങ്ങൾ കൂടെ വേണമെങ്കിലല്ലേ സാറ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, എന്തായാലും നമുക്ക് ശരിയാക്കാം എന്നൊക്കെ അഭിലാഷ് പറയാൻ കേട്ടോ. ഇതേ സമയം വിഷ്യൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനായകനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ മൊബൈലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കച്ചവടത്തിൻ്റെ സമയത്ത് അച്ഛൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വിഷ്യനോട് ചോദിക്കുകയാണ്, സാറ് എന്തെടുക്കുക, ചായ കുടിക്കണം? അല്ല അച്ഛ, ഒരു ചുക്ക് കാപ്പി, ഭയങ്കര കുളിര്, കുടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോയിട്ട് ഒരു കൈക്കോട്ട് എടുത്തിട്ട് ഇങ്ങനെ തട്ടിയതാക്കുമ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് വിഷ്യൻ ചോദിക്കുമ്പോൾ, ഞാൻ വെറുതെ മണ്ണിലൊന്ന് കളിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കൂട്ടോ വിഷ്യനെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഈ അലക്കിയ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നതല്ലേ, അതൊന്ന് തുറന്നിട്ടായി ഓടയിലേക്ക് ഒന്ന് തുറന്നിട്ടൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് പറ്റൂലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രീജ. ഈ സമയത്താണ് അമ്മ ഒരു ചാക്കും കെട്ട് കൂടി വന്നത്. മാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അമ്മ അവിടേക്ക് വീഴാണ്. ഈ സമയത്ത് അച്ഛനും അതുപോലെ തന്നെ ശ്രീജയും കൂടി ഓടി വരുന്നുണ്ട്. എന്നിട്ട് എന്താ കമല എന്താന്ന് ചോദിക്കുകയാണ്. തങ്കര വീട്ടിൽ നിന്ന് ഒരു കെട്ട് ചാണകപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടി പോയത്, പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് വയ്യാതായി എന്ന് പറയാം കേട്ടോ. പിന്നെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും വീണ് പോകുകയാണ്. അപ്പോഴേക്കും വിശ്വനും അതുപോലെ തന്നെ വേദയൊക്കെ ഓടി വരുന്നുണ്ട്. എന്ത് പറ്റിയമ്മയെന്ന് പറയാൻ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അമ്മനെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയും. അപ്പോൾ ഈ ഡോക്ടറെ അടുത്തൊന്നും പോകേണ്ട, വെറുതെ ആവശ്യമില്ലാണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെ പറയാൻ കേട്ടോ. ഒരുപാട് കാശൊക്കെ ചിലവാകും എന്നൊക്കെ പറയുമ്പോൾ വിഷയം പറയും, കാശ് വേണ്ടി ചിലവാക്കാനുള്ളതല്ല അമ്മേ, കയ്യിൽ കൂട്ടി വയ്ക്കാനുള്ളതാണോ എന്ന് ചോദിക്കാനുണ്ട്. അന്നേരം അമ്മ പറയും, ശരിയാണ്, എൻ്റെ മോൻ എനിക്ക് കൂട്ടി തന്ന കാശൊക്കെ അമ്മ കൂട്ടി വെച്ചിരിക്കുകയാണ്, വലിയൊരു കാര്യം വന്ന് വരുമ്പോൾ എടുത്ത് ചിലവാക്കാൻ എന്നൊക്കെ പറയും കേട്ടോ. വിഷയൊന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കും. അമ്മ എന്തായാലും ഒന്ന് ഡോക്ടറെ അടുത്ത് പോകണം എന്ന് വേദയും പറയും. അപ്പോൾ അച്ഛൻ പറയും, വാ കമലേ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം എന്ന് പറയും. ശരി ഞാനെന്നാൽ വരാം എന്നൊക്കെ പറയാനിട്ട്. ഇപ്പോൾ വല്ല വഴിയിൽ വീണ് പോയിരുന്നെങ്കിലോ, അപ്പം എന്നാൽ പിന്നെ പരഗതി ആയേനെന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും നന്ദിനി നോക്കണം, അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, വെറുതെ ഒന്ന് പറഞ്ഞതാണ് എന്ന് പറയും കേട്ടോ. അമ്മേ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്ന് ശ്രീജിയും പറയും. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. ഇതേ സമയം വിഷയൻ്റെ അടുത്ത് വന്നിട്ട് ശ്രീജി ചോദിക്കുകയാണ്, വിഷേട്ടൻ പോകുന്നില്ല നമ്മുടെ കൂടെ? അയ്യോ ഞാനില്ല, പോകുന്നില്ല. എന്താ അതിനും മടിയായിട്ടല്ല ശ്രീജി, എന്തെങ്കിലും ഒരു 10 പൈസ എൻ്റെ കയ്യിൽ വേണ്ടേ കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ, അത് സാറില്ല, അച്ഛനുണ്ടല്ലോ. എന്നിട്ട് ആശുപത്രിയിൽ വെച്ച് എന്താ ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ കാശില്ലാണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് അച്ഛൻ എന്നെ കളിയാക്കും, പരിഹസിക്കുകയും ചെയ്യും. ഞാൻ എന്തായാലും അമ്മയുടെ കൂടെ പോകുന്നില്ല എന്ന് പറയട്ടോ. ഇതേ സമയം അമ്മനെ കൊണ്ടുപോകാനായിട്ട് വിനായകൻ ഒരുങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടേക്ക് നന്ദിനി വരികയാണ്. നന്ദിനി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നോക്കിട്ടോ. ഞാൻ അമ്മനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല ഈ പോക്കറ്റിൽ എന്താ, അത് പൈസ എന്തിനാ, ആശുപത്രിയിൽ എന്തെങ്കിലും ചിലവ് വരില്ലേ? അധികമൊന്നുമില്ല, ഒരു 2000 രൂപയുള്ളൂ. ഒരു 2000 രൂപയുള്ളൂ, അത് കുറേ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പൈസ ഇങ്ങനെ എടുക്കാൻ കേട്ടോ കീശയിൽ നിന്ന്.
എന്നിട്ട് പറയാണ്, അതെ നിങ്ങളെപ്പോലെ തന്നെയല്ലേ വിശ്വേട്ടൻ എന്തേ കണ്ട മിണ്ടാതെ കുത്തിരിക്കുന്നത്, ഒരു 10 പൈസ ചിലവാക്കുന്നില്ലല്ലോ, ഇപ്പോൾ തൽക്കാലം നിങ്ങളും അത് ചിലവാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 200 രൂപ എടുത്തിട്ട് പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണെ, ദേ ഇത് മതി, വേണമെങ്കിൽ ഓട്ടോ കൂലി നിങ്ങൾ കൊടുത്തോ. ആ അത് ശരിയാണല്ലേ, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്, എന്തായാലും അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കി 1800 രൂപ നന്ദിനി തിരികെ മേടിച്ച് വയ്ക്കുകയാണേ. ഇതേ സമയം വിക്രം വർക്ക്ഷോപ്പിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അതെ എന്തൊക്കെയായാലും ഇവൻ ഭാഗ്യവാനാണ്, ഇത്രയും ശബ്ദം ഉണ്ടായിട്ടും ഇവന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറയും, അവന് സ്വസ്ഥത വീട്ടിൽ കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഈ സമയത്ത് വേദ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേദ അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ആരോ ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും വിക്രം ഫോൺ എടുക്കാൻ കേട്ടോ. വേദന നമ്പർ കണ്ടുകൂടിയിട്ട് ഫോൺ എടുത്തിട്ട് വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് വേഗം കട്ട് ചെയ്യണേ. അമ്മയ്ക്ക് വയ്യാത്ത കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേദ വിളിച്ചത്, പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വിക്രം തയ്യാറായില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വിളിച്ച് വെക്കുന്നുണ്ട്, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ അച്ഛൻ അമ്മയും കൂടിയിട്ട് ഒരുങ്ങി വരികയാണ്. അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ ഒരു അർജൻറ്റ് കോൾ വന്നതുപോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഞാൻ ഇപ്പം വരാം, ഇപ്പം തന്നെ വരാം, അവിടെ നിൽക്കാൻ പറയും പാർട്ടിയോട്, പൈസയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല, പൈസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ അച്ഛനോട്, അച്ഛാ പെട്ടെന്ന് എനിക്കൊരു അർജൻറ്റായിട്ടുള്ളൊരു കേസ് വന്നു, ഞാൻ അമ്മനെ നന്നായി നോക്കിക്കോളൂ കേട്ടോ, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോകും. നീ വരുന്നുണ്ടോയെന്ന് അമ്മ ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, എനിക്ക് ഒരു ജോലിയുടെ കാര്യം പറയാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് വിശ്വനകത്തേക്ക് പോകും, നിനക്ക് ഞാൻ വന്നാൽ പോരെ കൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ അച്ഛൻ. അതല്ല, അവനിവിടെ വെറുതെ നിൽക്കണ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട്, അതേ വിനയേട്ടനൊരു കേസ് വന്നത് കാരനാണെന്ന് പറയട്ടോ. അതിനെന്താ, അവൻ പോയിക്കോട്ടെ, അതേ കമ്മീഷനൊക്കെ കറക്റ്റായിട്ട് മേടിച്ച് വെക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേദ വന്നിട്ട് പറയുന്നുണ്ട്, വിക്രത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മയെന്ന് പറയട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കേണ്ടത് എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ മാത്രം മതി, വേറെ ഒരാളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വേദമൊന്നും മിണ്ടാതെ ഇങ്ങനെ മുമ്പിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും പോയി കഴിയുമ്പോൾ നന്ദിനി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീജി ചോദിക്കുന്നു, എന്തിനാണ് ചിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ചിരിക്കാനും മാത്രം എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അതല്ല, ഒരാൾ വന്ന് കണ്ടിട്ട് ഇളയ മോനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മറുപടി കേട്ടത് തലയ്ക്ക് എന്നിട്ടൊരു കൊട്ടു കൊടുത്തില്ലേ, അതുകൊണ്ട് ചിരിച്ചതാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകും. ഈ നന്ദിനിയുടെ ചില സമയത്തെ സ്വഭാവം കണ്ടാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, എനിക്ക് പാവമാണ് തോന്നുന്നത്, പാവം ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നുള്ള ബുദ്ധിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അച്ഛനും അമ്മയും കൂടെ ബസ് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ബസ് ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു ഗുണ്ട നിൽക്കുന്നുണ്ടായിരുന്നു, അഭിലാഷിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കാണുമ്പോൾ അഭിലാഷിനെ വിളിച്ച് പറയുകയാണ്, അതെ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും കൂടെ എവിടേക്കോ യാത്ര പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്, പിന്നിൽ കൂടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും പിന്നിൽ കൂടെ പോകണം, എന്നിട്ടേ അവരെവിടേക്കാണ് പോകുന്നതെന്നുള്ളത് എന്നെ അറിയിക്കാൻ പറയട്ടോ. എന്നാൽ ശരി, ഞാനിപ്പോൾ തന്നെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞായിട്ട് അയാൾ വേഗം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നിൽ കൂടെ പോകട്ടോ. അപ്പോൾ അച്ഛൻ ഓട്ടോറിക്ഷയിലാണ് കയറുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഓട്ടോ വേണോ, നമുക്കൊരു ബസ്സിൽ പോയാൽ പോലെ ചോദിക്കും. നീ കയറ് കമലെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അച്ഛൻ ഓട്ടോയിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ ആ ഓട്ടോൻ്റെ പിന്നിൽ കൂടെ പോകാണ് കേട്ടോ അയാൾ. ഈ സമയത്ത് വിക്രം അകത്തേക്കല്ല വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വേദന ഒന്ന് നോക്കിയതിന് ശേഷം വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറി പോകും. ഉടനെ തന്നെ വേദനയും കൂടെ പിന്നിൽ കൂടെ ചെല്ലുട്ടോ. നോക്കണ്ട, ഞാൻ റൂമിൻ്റെ അധികാരം സ്ഥാപിക്കാനൊന്നും വന്നതല്ല, അത് ഈ ജന്മത്തിൽ നീ വിചാരിച്ചാൽ നടക്കൂല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ തന്നെയല്ലോ, ഞാനിപ്പോൾ തൽക്കാലം അതിനൊന്നും വന്നതല്ല എന്ന് പറയട്ടോ. ഞാൻ ഇത്ര തവണ വിളിച്ചു, എന്നിട്ട് നിങ്ങൾ ഫോൺ എടുത്തോന്ന് ചോദിക്കുകയാണേ. നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും കേട്ടോ. അതിന് നിങ്ങളോട് ഞാൻ പഞ്ചാര വർത്താനം പറയാനോ പ്രേമിക്കാനോ പ്രേമം കിട്ടാനോ വേണ്ടിയിട്ടൊന്നും വിളിച്ചതല്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ നീ എന്തിനാണ് വിളിച്ചത്, അമ്മയ്ക്ക് വയ്യാതായപ്പോൾ ആ വിവരമൊന്നും അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രത്തിന് ഇങ്ങനെ ഇതെന്തത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് വേഗം തന്നെ വേദയുടെ അടുത്തേക്ക് വരും. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ തങ്കച്ചേച്ചിയുടെ വീട്ടിൽ ചാണകപ്പൊടി എടുക്കാൻ വേണ്ടി പോയതാണ്, അവിടെ നിന്ന് അതും കൊണ്ട് വന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ തല കറങ്ങി വീണു എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വിക്രം പറയും, എന്നിട്ട് എന്താ എന്ന് നോക്കിയിട്ടാ. എന്നിട്ട് എന്താ, അച്ഛനമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കൂടെ ഒരാൾ പോകാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയട്ടോ. അപ്പോൾ വിശ്വേട്ടൻ പോയില്ലേ, വിശ്വേട്ടനൊന്നും പോയില്ല, 10 പൈസയില്ലല്ലോ കയ്യിൽ, എടുത്ത് ചിലവാക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും. വിനയേട്ടൻ അപ്പോൾ എന്തോ ഒരു കേസ് പറഞ്ഞോ, വിനയേട്ടൻ പുറത്തേക്ക് പോയി എന്ന് പറയട്ടോ. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകായിരുന്നില്ലേ എന്ന് പറയട്ടോ. അത് നിനക്ക് അവരുടെ സ്നേഹം മനസ്സിലാകാത്തതുകൊണ്ട് അവരുടെ സ്വഭാവം മനസ്സിലാകാത്തതുകൊണ്ടും തോന്നുന്നതാണ്. ഞാനുണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ സമ്മതിക്കില്ല. അത് ദേഷ്യവും പകയൊന്നുമല്ല, അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രതികാരം ചെയ്യാൻ വന്നതുപോലെയൊന്നുമല്ല അച്ഛൻ്റെ ജീവിതത്തിലേക്ക് അമ്മ വന്നത്. അവർ തമ്മിൽ അത്രയും നല്ല സ്നേഹത്തോടു കൂടിയിട്ടാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തൊരു നല്ല ധാരണയാണ് അച്ഛനമ്മനെ കുറിച്ച്. പക്ഷേ നിങ്ങൾ അച്ഛനമ്മനോടും നിങ്ങളുടെ കടമകളൊക്കെ നിറവേറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.